അറസ്റ്റിലേക്കോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുവാൻ DGP നിർദ്ദേശം നൽകിയതായി വിവരം. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിന് ശേഷമാണ് ഇപ്രകാരം ഒരു നടപടി എന്നത് ശ്രദ്ധേയമാണ്. പരാതിക്കാർ ആരുമില്ലെങ്കിലും, ഇതുവരെ രേഖാമൂലം ആരും പരാതി നൽകിയിട്ടില്ലെങ്കിലും സ്വമേധയാ പോലീസിന് നടപടിയെടുക്കുവാൻ അവസരമുണ്ടായത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വീഴ്ച, പിടിപ്പുകേട് ഒന്നുകൊണ്ടും മാത്രമാണ്. എന്തുകൊണ്ടാണ് പോലീസ് പരാതി ഒന്നുമില്ലെങ്കിലും രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുവാൻ ശ്രമിക്കുന്നത് എന്ന് മണ്ടന്മാരായ കോൺഗ്രസ് നേതൃത്വത്തിന് ചോദിക്കുവാൻ സാധിക്കില്ല. കാരണം തിരിച്ചൊരു ചോദ്യം ഉണ്ടാകും എന്നതാണ്. എന്താണത്? പരാതിയില്ലാതെ പിന്നെ നീയൊക്കെ എന്തിനാടാ മോൻ്റെ മോന്മാരെ രാഹുലിനെ കൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചത്? പറ. പിന്നെ എന്തിനാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാജിവെപ്പിച്ചത്? MLA മണ്ഡലത്തിൽ കാലുകുത്തിപ്പോകരുത് എന്ന് പറഞ്ഞത് എന്തിനാണ്? നിയമസഭയിൽ പ്രവേശിക്കരുത്, അടുത്തിരിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതാദ്യം പറ. പോലീസുകാർ എത്രയോ മാന്യത കാണിച്ചു അല്ലേ ഇത്രയും ദിവസം? കോൺഗ്രസുകാർ ഇത്രയും ശോഭകേട് ചെയ്ത ശേഷം മാത്രമല്ലേ അവർ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുവാൻ തുനിയുന്നത്? അയ്യോ, മുകേഷിനെതിരെ കേസെടുത്തോ, കടകംപള്ളിക്കെതിരെ നിങ്ങൾ കേസെടുത്തോ, ശശിക്കെതിരെ കേസെടുത്തോ, C കൃഷ്ണകുമാറിനെതിരെ എടുത്തോ, CM രവീന്ദ്രനെതിരെ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്ന സതീശന്റെ ചെരുപ്പ് നക്കികൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ആ പാർട്ടികളുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നവരുടെ കിണ്ടിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അവർ കുറ്റാരോപിതരെ ചേർത്ത് പിടിച്ചു. നാണം കെട്ടവന്മാരെ. എന്നാൽ നീയൊക്കെ എന്ത് കാണിച്ചു? ഏതോ വെടിക്കെട്ടുകാർ പറയുന്നത് കേട്ട് രാഹുലിനെ അപ്പോൾ തന്നെ പുറത്താക്കി. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവനെ ഒറ്റപ്പെടുത്തി. അതുമാത്രമല്ല, ഇതിൻ്റെ പേരിൽ എന്തൊക്കെ വന്നാലും അറസ്റ്റ് ഉണ്ടായാലും പാർട്ടിക്ക് ഇനി ഒരു ഉത്തരവാദിത്വവുമില്ല എന്നും പറഞ്ഞ് രാഹുലിനെ 2 ദിവസം മുമ്പ് തന്നെ കൈയൊഴിഞ്ഞിരുന്നു, കൊലയ്ക്ക് എറിഞ്ഞു കൊടുത്തിരുന്നു. സതീശന്റെ ഈ നടപടിക്ക് ഒരു ഉദാഹരണം പറയാം. ഏക മകനുള്ള ഒരു വ്യക്തി, ഓമനിച്ച് മിടുക്കനായി വളർത്തിയ മകൻ, അവൻ്റെ കല്യാണ ദിവസം, കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ആരോപണം ഉണ്ടാകുന്നു മകൻ്റെ സ്വഭാവശുദ്ധിയെപ്പറ്റി. അത് കേട്ടപാടെ കേൾക്കാത്ത പാടെ ആദർശം മൂത്ത അപ്പൻ ആദ്യരാത്രിക്കായി മുറിയിലേക്ക് കയറുവാൻ തുടങ്ങിയ മകൻ്റെ ലിംഗം വെട്ടിക്കളയുവാൻ ആജ്ഞാപിക്കുന്നു. മകൻ്റെ കിണ്ടി പോയാലും തലമുറയില്ലാതായാലും തൻ്റെ അളിഞ്ഞ ആദർശമാണ് വലുത് എന്ന് അപ്പൻ പറയുന്നു. ഈ പണി തന്നെയല്ലേ ഈ മോൻ്റെ മോൻ സതീശൻ ചെയ്തത്? കഥയ്ക്ക് വേറൊരു വാൽകഷ്ണവും കൂടിയുണ്ട് കേട്ടോ. മകൻ്റെ കല്യാണത്തിന് പോകുന്നതിന് മുമ്പേ അന്ന് രാവിലെ തൻ്റെ പഴയ ഒരു കുറ്റിയുടെ അടുത്ത് പോയി ഒരു ഉൾപാർട്ടി ചർച്ച നടത്തിയിട്ടാണ് അപ്പൻ വന്ന് നിന്ന് ആദർശം വിളമ്പുന്നത്. ഈ അപ്പനാണ് ആദർശത്തിൻ്റെ പേരിൽ സ്വന്തം മകൻ്റെ കിണ്ടി വെട്ടിക്കളഞ്ഞത്. പിണറായി വിജയനെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുവാൻ ഇന്നലെ ഉടൻ CPM-നെതിരെ ഒരു മുട്ടൻ ബോംബ് എൻ്റെ നിക്കറിലിരിപ്പുണ്ട്, പൊട്ടിക്കും എന്ന് താരകൻ വീമ്പിളക്കി. ഇന്നും സതീശൻ പറയാതെ പറഞ്ഞു, ഞങ്ങൾ പരാതി ഒന്നുമില്ലെങ്കിലും ആളെ പുറത്താക്കി, കൈവിട്ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊല്ലുകയോ തിന്നുകയോ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഒരു പരാതിയില്ല, ഒരു FIR ഇല്ല, ഒരു കേസുമില്ല. പക്ഷെ ധാർമ്മികതയുടെ പേരിൽ, സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു. ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് ഞങ്ങൾ മാറ്റി നിർത്തി. ഷാഫി പറമ്പിലിനെയും രാഹുലിനൊപ്പം തീർക്കുവാനാണ് സതീശൻ പിണറായിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഷാഫിയെ ഇന്ന് വടകരയിലിട്ട് DYFIക്കാരെ ഇറക്കി പട്ടാപ്പകൽ തല്ലിക്കൊല്ലുവാൻ ശ്രമിച്ചത്. അല്പം ഒന്ന് തെറ്റിയിരുന്നുവെങ്കിൽ ഇവന്മാർ ഇന്ന് ഷാഫിയെ ആക്രമിച്ച് ഒരു ആൾക്കൂട്ടക്കൊലയാക്കി മാറ്റുമായിരുന്നു. ഇവർ രണ്ടുപേരാണ് ഇന്ന് LDF-നും കോൺഗ്രസിലെ അസൂയമൂത്ത നേതാക്കന്മാർക്കും വിഘാതമായിട്ടുള്ള 2 പേർ. മിടുമിടുക്കന്മാരായ, ജനപിന്തുണയുള്ള, കാര്യപ്രാപ്തിയുള്ള ഇവർ ഇല്ലാതാകേണ്ടുന്നത് സതീശന്റെയും രമേശന്റെയും സരിതേശന്റെയും മാത്രമല്ല, പിണറായിയുടെയും ആവശ്യമാണ്. ആ ദൃശ്യം നമുക്കൊന്ന് കാണാം.
സമരം ചെയ്തോട്ടെ, നായപ്പട്ടി എന്നുള്ള വിളിയൊന്നും വേണ്ട. സമരം ചെയ്തോ, നീ കളിക്കില്ല കേട്ടോ. എന്താ ഞാൻ പറയാം, അങ്ങനെ ആരും പേടിച്ചൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നായപ്പട്ടി ഒന്നും വിളിക്കണ്ട, നീ സമരം വേണം ചെയ്തോ, അത് അവകാശം. വേണ്ടാത്ത ഭാഷയൊന്നും ഉപയോഗിക്കണ്ട. സമരം പേര് പറയുക, പേടിച്ചിട്ട് പോകുന്നു വിചാരിച്ചങ്ങള്. അതിന് ആളെ വേറെ നോക്കണം. പേടിപ്പിച്ച് വിടാൻ വിചാരിച്ചങ്ങള്. അതിന് ആളെ വേറെ നോക്കണം കേട്ടോ. പേടിച്ചു പോവാൻ ആളെ വേറെ നോക്കണം നിങ്ങള്. സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല. സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യാം. ഞാൻ അവരൊരാൾക്കും പരിക്ക് പറ്റരുതെന്ന് പോലീസിനോട് പറഞ്ഞു, വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു. വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ്. അവിടെ വന്നിട്ട് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണം. ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകരങ്ങാടിന്ന് ആരും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തന്നെ കാണും. തങ്ങളുടെ യുവനേതാവിനെ പെരുവഴിയിലിട്ട് ഡിവൈഎഫ്ഐക്കാർ കൊല്ലാൻ ശ്രമിച്ചിട്ടും അസഭ്യ വർഷം നടത്തിയിട്ടും ഒരൊറ്റ യൂത്ത് കോൺഗ്രസ്കാർ പോലും ഇന്ന് കമാന്ന് മിണ്ടിയോ? എന്തുകൊണ്ടാ? സതീശനും KPCC അധ്യക്ഷൻ അരമനക്കുണ്ടനും ഇത് കണ്ടെന്ന് പോലും നടിച്ചോ? എന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാരണം ഇവർ രണ്ടും തീർന്നേ പറ്റൂ. ജെട്ടി വിപ്ലവം, പിണറായിയുടെ മൂന്നാം വരവിന് അവസരമൊരുക്കുവാനുള്ള, കാർപ്പറ്റ് വിരിക്കുവാനുള്ള ജട്ടി വിപ്ലവം. ക്യാപ്റ്റൻ പറവൂർ താരകൻ ഇന്നലെ തൊലീശൻ പറഞ്ഞത് ഞെട്ടിക്കും എന്നാണ്. ഞൊട്ടി, ശരിക്കും ഞൊട്ടി. ഇന്ന് ശരിക്കും ഞൊട്ടിയത് LDF അല്ല, കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. ഇവന്മാരുടെ പിടിപ്പുകേട് കൊണ്ട് രാഹുലിനെതിരെ ഇതാ കേസ് രജിസ്റ്റർ ചെയ്യുവാൻ പോകുന്നു. ഷാഫിയെ അടിച്ചൊതുക്കി. ഞൊട്ടിയില്ല ശരിക്കും. ഒരു കണക്കിന് രാഹുലിനെതിരെ അനാവശ്യ നടപടിയെടുത്ത സതീശന്റെ ഒരു ആവശ്യമാണ് ചുമ്മാതാണെങ്കിലും പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക എന്നത്. എന്നാലേ അവന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇനി പിണറായി സതീശനെ ഒന്ന് സഹായിച്ചതാണ്. തൊലീശ, നിന്റെ നിക്കറിൽ വെച്ചിരിക്കുന്ന ബോംബ് നിനക്ക് പൊട്ടിക്കണ്ടേ? എല്ലാ പ്രവർത്തകരുടെയും അടിയന്തരം കണ്ടിട്ട് നീ ആ ബോംബ് പൊട്ടിക്കത്തുള്ളോ? മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഉടക്കിയ സ്വാമി. സതീശ, സ്വന്തം MLA, സ്വന്തം യുവജന നേതാവിനെ സംരക്ഷിക്കുവാൻ പ്രാപ്തിയില്ലാത്ത, കെൽപ്പില്ലാത്ത, ചതിയനായ, സ്വാർത്ഥനായ നീയാവിടെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ നന്നാക്കുവാൻ പോകുന്നത്. ഈ മാലിന്യത്തെ പറവൂരിൽ തന്നെ, ഉറവിടത്തിൽ തന്നെ വരുന്ന തവണ സംസ്കരിക്കുക. മിഷൻ 60. കോൺഗ്രസിന്റെ അന്തകനായ താരകന്റെ തന്തയില്ലായ്മകൾ കണ്ട് വിലപിക്കുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഫിലിപ്പ് എന്ന. ഈ പന്നിത്തലയ്ക്കും ഈ പരവൂര് ഉള്ള VD സതീശനും മാത്രമാണല്ലോ ഇതിനകത്ത് ഈ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം രാജിവെക്കണം, എല്ലാം ചെയ്യണം. ഇപ്പൊ പാർട്ടിയിൽ നിന്ന് തന്നെ അംഗത്തിൽ നിന്ന് മാറ്റി യുവമാരുടെയൊക്കെ കൈകൾ ഇപ്പൊ സംശുദ്ധമാണോ ഈ പന്നിത്തലയുടെയും ഈ പരവൂക്കാരന്റെയൊക്കെ? ആ പാവം ചെറുപ്പക്കാർക്ക് കോൺഗ്രസിനൊരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത് ആ ചെറുക്കനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടുത്തെ യുവനരകളെ വെട്ടിനിരത്തി ഇവർക്കൊക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ. ഇവന്റെയൊക്കെ പിന്നാമ്പുറം പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തേരം പീഡന കേസുകളും അല്ലെങ്കിൽ എന്തേരം ഈ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സുകളെ തപ്പിക്കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കിയതാണെന്നുള്ള അറിയാമല്ലോ. 150 കോടിയൊക്കെ കൊണ്ടുവന്നതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ CPM എന്തേരം പേരുണ്ട്, എത്ര പേരുണ്ട് കോഴികൾ കൊല്ലത്തൊക്കെ. ഇപ്പൊ ആ ചെറുക്കനെ പ്രതിരോധിക്കേണ്ടത് ഇവരുടെ കടമയും കൂടെ കൂടിയല്ലേ, അവനെ സംരക്ഷിക്കേണ്ടത്. ഇവിടുത്തെ CPMകാരും BJPക്കാരും ഒക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ചെറുക്കന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഒരു യുവനരയെ നേരത്തെ മുമ്പിൽ നിർത്തേണ്ടടുത്ത് ഇവരെ പുറകോട്ട് തള്ളിയിട്ടുകൊണ്ട് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ മനോവീര്യം നശിപ്പിക്കുകയല്ലേ ഇവര്. ഞങ്ങളുമൊക്കെ കോൺഗ്രസ്സുകാരാ, 10-45 വർഷമായിട്ട് ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞങ്ങൾ പറയുന്നത്. സ്വന്തം
പിന്നെ പല്ലിനിടെ കുത്തി മണപ്പിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം കൂടെ പിണറായി വിജയന് ഭരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് ചെയ്യാനുള്ള മറുപടി ഇതേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഒന്നായിട്ട് ഈ രണ്ടുപേരെ ആദ്യം തോൽപ്പിക്കണം. പിന്നെ KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് അരയും തലയും മുറുക്കി പടവാളും പടച്ചട്ടയൊക്കെ ആയിട്ട് ഇഞ്ഞ് വരുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രി കസേരയിലോട്ട്. ഇവനെയൊക്കെ ചാണാവെള്ളം കലക്കി ചൂളിനടിക്കണം. ഇവിടെ ഉണ്ടല്ലോ പിള്ളേര്, അവരാകട്ടെന്നെ ഈ പല്ലു കൊഴിഞ്ഞ സിംഹങ്ങളെയൊക്കെ പുറത്തിറക്ക്. യുവനിരകളൊക്കെ കയറി വന്ന് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തട്ടെ. ഈ നാടിന് പുരോഗതിയും ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ അഴിഞ്ഞാട്ടമൊക്കെ നിർത്തി ഇവരെയൊക്കെ നേരായ വഴിയിലൂടെ കൊണ്ടുവരട്ടെ. ഈ ഈ ഈ കടുംപെട്ടുകളൊക്കെ എന്തിനാ? 60 കഴിഞ്ഞ് ഒറ്റയൊരുത്തിന് ഇതിനകത്ത് കയറ്റരുത്, എല്ലാത്തിനും ഇറക്കി വിടണം. അല്ലെ മുരളീധരനോ അല്ലെങ്കിൽ അതുപോലെ ശശി തരൂറോ അങ്ങനെ കഴിവുള്ള ആൾക്കാർ ഇവിടെ വേറെ ഉണ്ടല്ലോ, അവരെയൊക്കെ വെട്ടിനിരത്തി ഒതുക്കി തൂരക്കളയില്ലേ ഇവര്. ആ കുഴൽനാടനുണ്ട്, ഷാഫിയുണ്ട്, ഇവരെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ പന്നികളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്ന എന്തിനാ? ഇവനെയൊക്കെ ചൂലിനടിക്കണം. ഇവിടെയുള്ള ജനങ്ങൾ തന്നെ പൊട്ടന്മാരും വിട്ടികളാണോ? യുവന്മാര് ഈ പിണറായി വിജയനും ഈ VD സതീശനൊക്കെ ഒരു നാണയത്തിന്റെ രണ്ടു വശ. അതിവിടെയുള്ള ജനങ്ങൾ ബോധവാന്മാരെല്ലാവർക്കും അറിയാം. ഇവനെയൊന്നും ഇവിടെ കയറ്റരുത്. ചെയ്യേണ്ട എന്നാ വെച്ചെന്നാൽ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ ഒന്നായിട്ട് ഈ 2-3 മണ്ഡലങ്ങളുണ്ട് കോൺഗ്രസിന്, അടുത്ത പ്രാവശ്യം ഭരണം വേണ്ടെന്ന് വെക്കണം. ഇവനെയൊക്കെ ആദ്യം തോൽപ്പിക്കണം. കെട്ടിവെച്ച കാശ് പോലും ഇവനൊന്നും കിട്ടരുത്, ആ രീതിയിലാക്കണം. എന്നിട്ട് വീണ്ടും പിണറായി സർക്കാർ വരട്ടെ. ഇവനൊക്കെ പഠിക്കണം ശരിക്കും, നല്ല വൃത്തിയായിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പറയുന്നത് കേൾക്കാനേ ഉള്ളൂ. ഇവനൊക്കെ 2 കൈ കൊണ്ട് അടിച്ചാലേ ഒച്ച കേൾക്കുള്ളൂ. 2 കൈ കൊണ്ട് അടിച്ചാലേ ഒച്ച കേൾക്കില്ല. ഒരു സരിത വന്നു, ഒരു സ്വപ്നം വന്നു, ഇവരൊക്കെ ഉണ്ടാക്കിയ പോലെ കോളിളക്കം അടുത്ത ഇലക്ഷൻ വരുമോ? ഒരു കോളിളക്കം ഉണ്ടാക്കുമല്ലേ ഇത്? ഇവനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഇവനെയൊക്കെ വേണം ആദ്യം തല മുണ്ടനം ചെയ്ത് വെച്ചും കഴിഞ്ഞ് ഇവനെയൊക്കെ ചാപ്പ കൂത്തി ഇവനെയൊക്കെ അടിച്ച് പുറത്തിറക്കണം. കാളയ്ക്ക് കുണ്ടിക്ക് കരി വെക്കുമ്പോൾ ഇവനെയൊക്കെ അടിച്ച് പുറത്തിറക്കണം. ഇവിടുത്തെ കോൺഗ്രസിനകത്ത് കുറെ പുഴുക്കുത്തുകളുണ്ട്. ഇവനെയൊക്കെ ഉന്മൂലനം ചെയ്താൽ ഇവിടെ രക്ഷപ്പെടും. രാഹുൽ ഗാന്ധി അവിടെ കിടന്നുകൊണ്ട് ഈ കഷ്ടപ്പെടുന്നുണ്ട്. എന്ത് കാര്യത്തിന്? ഇവനെ പോലുള്ള ചെറ്റകളെ അവിടെ കയറ്റി ഇരുത്താനായിട്ടാണ്. ഇവനൊക്കെ വെറും ചെറ്റയാ, വെറും ചെറ്റ. ഇവനെയൊക്കെ ഓടിക്കണം. ഇവനൊക്കെ ചുളുങ്ങാത്ത കതറും കറ പുരളാത്ത അല്ലെങ്കിൽ ഒരു ചെളി പോലും പറ്റാത്ത ഈ കതറുവിട്ടുണ്ട് നടക്കാനില്ലാതെ കൊണ്ട് ഇവനൊക്കെ ഏത് സമരമുഖത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ നിയമസഭയ്ക്കകത്ത് കിടന്നുകൊണ്ട് കുറെ കൂവുന്നുണ്ട്. എന്നാത്തിനാ? അവന്റെ കാശ് മേടിച്ച് പോക്കറ്റ് ഇട്ടും കഴിഞ്ഞാൽ മറ്റവന്റെ കാശ് മേടിച്ച് പോക്കറ്റ് ഇട്ടാ പോണേ. ഇവനൊക്കെ പൊതുവേദിയിൽ ഇറങ്ങി വെച്ചും കഴിഞ്ഞ് ഈ പൊതുനിരത്തിൽ എന്ത് സമരം നടത്തുന്നുണ്ട്? അന്നേരം ഇവന്റെയൊക്കെ കതർ ഷർട്ടിൽ ചെള്ള പറ്റും. ഈ പന്നിത്തലയുടെയും ഈ പരവൂരിന്റെയൊക്കെ അവനെയൊക്കെ അവിടെ തോപ്പിക്കണമെന്നാ പറഞ്ഞ. പറവൂരൊക്കെ ഇവനെയൊക്കെ കെട്ടിവച്ച കാശ് മേടിപ്പിക്കരുത്. ആ പാവത്തിനെയൊക്കെ ദ്രോഹിക്കുന്നതിന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ ഉന്മൂലനം ചെയ്യുമോ ഇവനൊക്കെ? എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. ഇതിനെതിരെ ഞങ്ങളൊക്കെ ശബ്ദം ഉയർത്തും. ഉറപ്പായ കാര്യം, അടുത്ത പ്രാവശ്യം ഇവിടെ ഒന്നും ഒരു കോൺഗ്രസ്സുകാരനും ജയിക്കുകയില്ല. ഞങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പോയി. കാരണം എന്തിനാ ഇവനെ വോട്ട് ചെയ്യുന്നേ? ഇവനൊക്കെ എന്തിനാ വോട്ട് ചെയ്യണേ? ഇവനൊക്കെ കൂടെ കൂടി BJPക്കും CPM-നും വളം വെച്ച് കൊടുക്കും. ഇവനൊക്കെ കാശ് കിട്ടിയാൽ മതി ചാക്ക് കണക്കിന്. ഇവനെ ഒന്നും രക്ഷപ്പെടുത്തരുത്. ആ ചെറുക്കന് അല്ലെങ്കിൽ ചെറുക്കൻ ഞാൻ പറയില്ല കേട്ടോ, സോറി. MLA നമ്മൾ ചെറുക്കാന്നൊക്കെ വിളിക്കുന്ന തെറ്റാ. ഞങ്ങളെ കഴിഞ്ഞൊക്കെ ഇളയതാണെങ്കിൽ പോലും അവനങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഇവര് എവിഡൻസ് എന്താ ഉള്ളത്? ആരെങ്കിലും പറയുന്നത് കേട്ടുണ്ട്? ഇവരൊക്കെ ആരെങ്കിലും കേസ് കൊടുത്തോ? കോടതിയിൽ കൊടുത്തോ? അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തോ? ഒന്നുമില്ലല്ലോ. ചുമ്മാ ആരെങ്കിലും വിളിച്ചു പറയുന്നു, അതെല്ലാം കോടതിക്ക് തോന്നുന്നു, വായിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും വിളിച്ചു പറയുന്നത് കറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കുന്നതാണ് മാന്യത. അതിനെതിരെ ഈ മാങ്കൂട്ടത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടവന്മാര് മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിക്ക് പോവല്ലേ? സസ്പെൻഷൻ എന്തെല്ലാം പരിപാടികളാണ് ചെയ്യണേ അവന്റെ ഭാവി നശിപ്പിച്ച് ദൂരെ കളയാനായിട്ട്. കാരണം പണ്ട് കാർന്നവന്മാര് പറഞ്ഞ പെരയ്ക്ക് മീതെ വളരുന്ന വൃക്ഷം വെട്ടിക്കളയാനാ പറഞ്ഞേക്കണം. അതല്ലേ ഇവൻ ചെയ്യണേ? രാഷ്ട്രീയത്തിൽ അവര് ഇവന്റെ പൊക്കത്തിലേക്ക് പടർന്നു വരുക. ഷാഫിയും കുഴൽനാടനും ഈ മാങ്കൂട്ടവും അങ്ങനെയുള്ള യുവനിരകൾ വളർന്നു വരുമ്പോഴത്തേക്കും അവനെ വെട്ടിക്കളയുക. അതല്ലേ ഇവർ ചെയ്യണ ശരിക്കും? ആണല്ലോ. ഇതിനെതിരെ ഇവിടെയുള്ള പ്രബുദ്ധരായ ജനങ്ങൾ ഈ രംഗത്ത് നാട്ടിലിറങ്ങി യുവമാരെ പരാജയപ്പെടുത്തുന്ന എൻ്റെ അഭിപ്രായം. ഇതിന്റെ പേരിൽ നടപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനാണ്, കറ തീർന്ന ഒരു കോൺഗ്രസ്സുകാരനായിട്ട് 45 വർഷമായിട്ട് വോട്ട് പോലും ഇല്ലായിരുന്ന സമയത്ത് ഇവിടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവരെ. KSU മുതൽ ഞങ്ങൾക്ക് വോട്ടിനുള്ള പ്രായമായില്ല. 18 വയസ്സാകുന്നതിന് മുമ്പ് ഇവിടെ ഞങ്ങൾ പോസ്റ്റ് ഒട്ടിക്കാനും ഈ സിന്ധാവ വിളിക്കാനും ഓരോ കാര്യങ്ങൾക്ക് പ്രകടനങ്ങൾക്കും പൊക്കൊണ്ട് അന്ന് മുതൽ കോൺഗ്രസ്സുകാരാണ്. KSUവിൽ വളർന്ന് കോൺഗ്രസ്സുകാരെ അന്നും ഇന്നും മരിക്കുന്നവരെ കോൺഗ്രസ്സുകാരായിരിക്കും. പക്ഷെ ഇവനെ പോലുള്ള കോൺഗ്രസ്സുകാരെ ഞങ്ങൾ ഉൾക്കൊള്ളുകയില്ല. ഈ പന്നിത്തലയും ഇവനും ഈ KC വേണുഗോപാലൊക്കെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന KC. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ, ഇവനെ ഒറ്റപ്പെടുത്തണം. ഓക്കെ. എന്റെ സ്ഥലം പത്തനംതിട്ടയാണ്. പേര് അനീനാണ്. ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ ഈ ന്യൂസ് മൊബൈൽ ചെക്ക് ചെയ്ത് കണ്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്.
ഈ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നല്ല ഒരു ചെറുപ്പക്കാരനെ ഇത്രയും മുഖം ബഹുമാക്കി ഇത്രയും പരസ്യങ്ങളും ഇത്രയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഈ ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കുക എന്ന് ഒരുപാട് പേര് മുന്നിട്ടിറങ്ങി ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. അദ്ദേഹം ഒരു വളർന്നു വരുന്ന ഒരു നല്ല ചെറുപ്പക്കാരനാണ്. കോൺഗ്രസിന്റെ മുഖമായിട്ട് നിന്ന് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഇന്നത്തെ നമ്മുടെ ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നമ്മൾ എടുക്കുമ്പോഴേ 4 പേരുടെ മുമ്പിൽ ഉറച്ചു നിന്ന് തല ഉയർത്തി പറയാൻ ശക്തിയുള്ള ഒരു പയ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തില്. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തില് രാജിവെക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഞാൻ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 180 വോട്ടെങ്കിലും ഇവിടെ ഞങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ ഈ പ്രകാരമുള്ള പ്രവൃത്തികൾ ഞങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. കാരണം ഒരുപാട് തെളിവുകളും ഒരുപാട് കാര്യങ്ങളും മുന്നിൽ നിരത്തി വെച്ചിട്ടും അങ്ങനെ ഇതുമാതിരി പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ആരെയും പുറത്താക്കിയിട്ടില്ല. പക്ഷെ ഇത് ഒരു തെളിവും ഇല്ലാതെ ഒരു ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ മുഖം ലോകം മുഴുവൻ പരസ്യം ചെയ്ത് പ്രവർത്തനം ചെയ്ത് അവന്റെ മുഖച്ഛായ മാറ്റുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരിയും പ്രയാസം തോന്നുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം ഈ വി ഡി സതീശൻ ഒരു വീഡിയോ നിങ്ങൾ വിട്ടത് ഞാൻ കണ്ടിരുന്നു. പുള്ളി നീതിമാനാണോ? പുള്ളി നീതിമാനാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പ്രവൃത്തി സ്ട്രെയിറ്റ് അവേ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പഴി പറയുമോ? ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിയെ മാറ്റി നിർത്തുന്നത്? വളർന്നു വരുന്ന ചെറുപ്പക്കാരെ ജീവിക്കാൻ അനുവദിക്കുക. അവരെ ഈ ഒരു പാർട്ടി ഈ നടക്കാൻ വയ്യാതെ ഒന്നും ചെയ്യാനും കഴിവില്ലാത്ത ഒരു കാശിനും കൊള്ളാത്ത നേതാക്കന്മാരെല്ലാവരും ഇതിനെക്കാട്ടി മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്തിട്ടാണ് ഇവരൊക്കെ കയറി കസേരയിൽ ഇരിക്കുന്നത്. ഇവർക്കൊക്കെ ഒന്ന് സ്വന്തമായിട്ട് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഇവരാരെങ്കിലും നീതിമാന്മാരാണെന്ന്? ഇവൻ ഏത് പാർട്ടി എടുത്തോ, ഏത് പാർട്ടിയിലെങ്കിലും ഒരു കളങ്കവും ഇല്ലാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല. ഇവരെല്ലാവരും ഈ മ്ലേച്ഛമായ വഴിയിലൂടെ ഒക്കെ നടന്നിട്ടാണ് ഈ പദവിയിൽ എത്തിയിട്ടുള്ളത്. പക്ഷെ എല്ലാവരും അവരവരുടെ മുഖം മറിച്ചുകൊണ്ട് പൂച്ച പാൽ ഉരിക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ട് ചെയ്യുന്നെന്ന് പറയുന്നത് പോണക്കാണ് ഇവരൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വെക്കേണ്ടതില്ല. എങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും കോൺഗ്രസിനോടുള്ള പ്രതിബദ്ധത കുറയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 3-4 മക്കളുണ്ട്. ആ മക്കളുടെ വോട്ട് പോലും ഞാൻ കൊടുപ്പിക്കത്തില്ല. കാരണം ഇവര് ഈ കാണിക്കുന്ന പ്രവൃത്തി വളരെ മോശമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെ അത് തെളിയിക്കണം. തെളിയിക്കണം. ഇവൻ തെറ്റുകാരനാണ്, ഇവൻ ഇതിന് യോഗ്യനാണെന്ന് വന്നു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കാം. ഒരു ഇതുമില്ലാതെ ആരോ പറഞ്ഞു. ഈ പറയുന്ന വ്യക്തികള് നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഒരു പെണ്ണും ഒരു ചെറുക്കന്റെയും സമ്മതമില്ലാതെ ഒരു തെറ്റും സംഭവിക്കത്തില്ല. ഒരു ചെറുക്കൻ തന്നെ ഒരു പെണ്ണിന്റെ പുറകെ അവളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും പുറകെ ഓടിച്ചിട്ട് പീഡിപ്പിച്ചതൊന്നും അല്ലല്ലോ, രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി പീഡിപ്പിച്ചതായിരിക്കല്ലേ. നല്ല സൗന്ദര്യമുള്ള ആൺപിള്ളാരെ കാണുമ്പോൾ പെൺപിള്ളാരും നോക്കും, പെൺപിള്ളാരെ കാണുമ്പോൾ ആൺപിള്ളാരും നോക്കും. അവർ പരസ്പരം ഇഷ്ടപ്പെട്ടതിന് ശേഷം അങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഒരു പ്രാവശ്യം അവരുമായിട്ട് എന്തെങ്കിലും ഒരു ഇടങ്കേട് ഉണ്ടാകുമോ, എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവരെ എടുത്തങ്ങ് പീഡനമാക്കി മാറ്റുക. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ നാട്ടിൽ ആണുങ്ങൾക്ക് ജീവിക്കണ്ടേ? ആണുങ്ങൾക്ക് ജീവിക്കേണ്ടായോ? കൊച്ചാമ്പിള്ളേർക്ക് വളർന്നു വരണ്ടേ? അവർക്ക് ഓരോ സ്ഥാനത്തെത്തണ്ടേ? ഈ നടക്കാൻ വയ്യാത്ത മുതുകിഴവന്മാരെല്ലാരും കൂടെ കയറി ഇരുന്നിട്ട് അവർ തന്നെയാണ് നിയമം കയ്യിലെടുത്താൽ മതിയോ? അങ്ങനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായം, ഒരു കാരണവശാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കേണ്ടതില്ല. ഇതിനകത്തെ കൊള്ളാത്ത ചവറുകളെയൊക്കെ പറക്കി കളയുക, അത്രയും മാത്രമേ ഉള്ളൂ. ഈ ന്യായവും നീതിയും പ്രഖ്യാപിക്കാൻ ഈ ലൈനിൽ ഇരുന്ന് വിളിച്ച് പറയുകയും ഫോൺ എടുത്തിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ആള് വിശുദ്ധനാണോ എന്ന് ആദ്യം സ്വമേധയാ ചോദിക്കാൻ പറ, എന്നിട്ട് ന്യായം വിധിക്കാൻ പറ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു കാരണവശാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കേണ്ടതില്ല. കുറച്ച് നല്ല നല്ല നേതാക്കളുണ്ട്. ഒന്ന് ചാണ്ടി ഉമ്മൻ, വളരെ നല്ലൊരു പയ്യനാ. അതിനെ അടിച്ചൊതുക്കി പുറമോട്ട് മാറ്റിയിരുത്തിയിരിക്കുക. അതുപോലെ നമ്മുടെ ഷാഫി, ഇവരൊക്കെ മുമ്പോട്ട് വരട്ടെ. ഇവരൊക്കെ മുമ്പോട്ട് വന്നിട്ട് പ്രതികരിക്കട്ടെ. അല്ലാതെ ഈ കടക്കിഴവന്മാരെ എല്ലാം ഒതുക്കി മാറ്റുക, അതാണ് ചെയ്യേണ്ടത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കാരണവശാലും രാജിവെപ്പിക്കരുത്. എന്റെ പേര് ഷൈജു എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ വന്നിപ്പം ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. സാറിന്റെ വീഡിയോസ് എല്ലാം കണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ, ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു FIR ഉണ്ടാകും, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടാകും. ഇതൊന്നും ഇതിനകത്തില്ലല്ലോ. ഇതിപ്പോ അവർ ശരിക്കും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ്.
കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ CPM-നും BJP-യും പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്ക് ശരിക്കും ഭയമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ, ഷാഫി പറമ്പിനെ, ചാണ്ടി ഉമ്മനെ, അതുപോലെ സന്ദീപ് വാര്യരെ പോലെയുള്ള യൂത്ത് ബ്രിഗേഡിനെ ഇവർ ഭയക്കുന്നുണ്ട്. ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് രാഹുൽ വന്നിട്ട് MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു മന്ത്രിയാവുന്നതും ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും, അത് സമൂഹത്തിൽ ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വിഷയം കൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലിക്കും എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ കേസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കൊണ്ടുവന്നേക്കുന്നത്. അതല്ലാതെ 3 വർഷം മുമ്പോ 4 വർഷം മുമ്പോ നടന്ന ഒരു ഇൻസിഡന്റ് ഇപ്പൊ ചുവന്നുകൊണ്ട് വരണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു അർജൻഡ ഉണ്ടാവണം. ഇത് എനിക്ക് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു FIR-ഓ അല്ലെങ്കിൽ ഒരു റിട്ടേൺ കംപ്ലൈന്റോ ഒന്നുമില്ലാത്തൊരു കേസ് ഇത്രയും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയ അജണ്ട വെച്ച് തന്നെയായിരിക്കും ചെയ്തേക്കുന്നത്. അതല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ പോലീസാണല്ലോ നമ്മുടെ കേരളം ഭരിക്കുന്നത്. അവർക്ക് എന്തുകൊണ്ട് ഈ കേസിൽ FIR ഇട്ടുകൂടാ? അല്ലെങ്കിൽ ഇരകളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ആ ഇരകളെ കൊണ്ട് എന്തുകൊണ്ട് റിട്ടേൺ കംപ്ലൈന്റ് കൊടുപ്പിക്കുന്നില്ല? ഇത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. സ്ത്രീ സമൂഹത്തെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ സ്ത്രീകളെ ഉദ്ധരിക്കാനോ ഒന്നുമല്ല ഇവർ ഈ പരിപാടി ചെയ്തു വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറയുന്ന യുവ നേതാവിനെ എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതായി കളയുക. അതായത് രാഹുലിനെ പോലെ സ്ട്രോങ് ആയിട്ട് ചാട്ടുളി പോലെ സംസാരിക്കുന്ന ഒരു യുവ നേതാവ് ഇല്ല. ഷാഫി പറമ്പിലടക്കമുള്ള ആളുകൾ മാത്രം ചുരുക്കം ചില ആളുകളെ ഉരുളക്കുപ്പേരി പോലെയുള്ള ചാനൽ ചർച്ചകളിലും സംസാരിക്കുന്നുള്ളൂ. അപ്പൊ അവരെ ഇല്ലാതാക്കി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കേരളത്തിൽ നശിപ്പിച്ച് കളയുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവന്നേക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകൾ, നമ്മൾ പല പ്രശ്നങ്ങളും പല രാഷ്ട്രീയക്കാരുടെയും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. CPM-ൽ തന്നെ ഉന്നതരായിരിക്കുന്ന ഇപ്പൊ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ പെട്ടിട്ട് അവർ മന്ത്രിസ്ഥാനത്തും MLA സ്ഥാനത്തും എല്ലാം തുടരുന്നുണ്ട്. അപ്പൊ രാഹുലിന് മാത്രം ഒരു നീതി, മറ്റുള്ളവർക്ക് വേറൊരു നീതി. അങ്ങനെ പോകുന്നത് രാഹുലിനെ ശരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്നൊരു ചാർട്ടേഡ് പ്രോഗ്രാമാണിത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് അബ്ദുൽ കരീം, സ്ഥലം നിലമ്പൂർ എടക്കര. ഞാൻ പിന്നെ ഉണ്ടായ കാലം തൊട്ട് എൻ്റെ ഫാമിലി ഒരു 10-60 വോട്ടുണ്ട് ഞങ്ങൾക്ക്. കോൺഗ്രസിന്റെ ഉറച്ച വോട്ടുകളാണ്. ഈ മാങ്കൂട്ടത്തിനെ ഈ കോലം ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തിയതിന്റെ മെയിൻ ഉത്തരവാദിത്വം ഇപ്പോഴുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിനാണ്. അതിൽ പ്രത്യേകിച്ച് VD സതീശന്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അയാളെ ഇമേജ് ഉയർത്താനും അയാളൊരു നല്ല ആളാണ്, എല്ലാ അനീതികൾക്കും ചെറുത്ത് നിൽക്കുന്ന ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അയാൾ കളിക്കുന്ന ഒരു ഡ്രാമയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വന്നപ്പോൾ അവരൊക്കെ ഞാൻ കണ്ടതാ. ഈ ചെന്നിത്തല എന്ന് പറഞ്ഞ അയാളൊക്കെ നടക്കാൻ പോലും അയാൾക്ക് ശരിക്കും കഴിയുന്നില്ല. എന്നിട്ടും അവരുടെ ആർത്തി മാറിയിട്ടില്ല. ഭരണത്തോടുള്ള ആർത്തിയും അധികാരത്തോടുള്ള ആർത്തിയും മാറിയിട്ടില്ല. വലിയ വിഷമമുണ്ട്. ഈ ചെറിയ ചെറുക്കന്മാര് ഷാഫി പറമ്പിലാണെങ്കിലും ചാണ്ടി ഉമ്മനാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഈ ഒരു നിരയാണ് ഈ കോൺഗ്രസിനെ ഈ നിലയിൽ എത്തിച്ചത്. ഇല്ലെങ്കിൽ എന്നോ കോൺഗ്രസ് ഇവിടെ നശിച്ചു പോയേനെ. ഇനിയിപ്പോ മൂന്നാമതൊരു ഭരണം കിട്ടുന്നില്ല പ്രതീക്ഷ വരുന്നത്, ജനങ്ങൾക്ക് പ്രതീക്ഷ വരുന്നത് ഇവര് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിന്റെ വീട്ടിൽ പോയല്ലോ. അത് ആർക്ക് വേണ്ടി പോയതാ? ആര് പറഞ്ഞു വിട്ടതാ? ഈ VD സതീശൻ പറഞ്ഞു വിട്ടതാ അല്ലേ? എന്നിട്ട് അതിന് വഴക്ക് കേട്ടതും ചീത്ത കേട്ടതും നാണം കെട്ടതും ആരാ? രാഹുൽ മാങ്കൂട്ടത്തിലാ. നന്ദി വേണ്ടേ? മനുഷ്യനായ നന്ദി വേണ്ടേ ചെയ്യുന്ന കാര്യങ്ങൾക്ക്? എങ്ങനെയാ പിന്നെ ഇങ്ങനെ ഒരു നടപടി എടുക്കാൻ അവര് പ്രേരിപ്പിച്ചെന്നതാ? ഇതെന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെങ്കിലും പോയി ഇങ്ങോട്ട് കയറി പിടിച്ചോ? ബലാത്സംഗം ചെയ്തോ? എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഇതന്നെയല്ലേ ഉമ്മൻചാണ്ടിയോട് ഉപരി ചെയ്തത്? പണം കൊടുത്ത് ഓരോ പെണ്ണുങ്ങളെ ഓരോരോ സമയത്ത് കൊണ്ടുവരും. അത് എന്നിട്ട് ഈ രാഷ്ട്രീയ ഭാവി ഉള്ള ആൾക്കാരെയും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരെ നശിപ്പിക്കുക. അതന്നെ ഉമ്മൻചാണ്ടിനെ സംബന്ധിച്ച് അതിന് വലിയ ഇമേജ് നാട്ടിലുണ്ട്. ഉമ്മൻചാണ്ടിക്ക് അയാളെ നാറ്റിച്ചാൻ വേണ്ടി പണം കൊടുത്തു സരിതയ്ക്ക്.
ചെയ്യിപ്പിച്ചല്ലേ? അങ്ങനെയല്ലേ ആ പ്രശ്നം ഉണ്ടായത്? അതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഇതും. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 62 വയസ്സായി എനിക്ക്. ഇത്രയും കാലമായിട്ട് ഞാൻ വേറെ ഒരാൾക്കും വോട്ട് കൊടുത്തില്ല. എൻ്റെ ഫാമിലി മൊത്തം ആർക്കും വോട്ട് കൊടുത്തിട്ടില്ല. കൊടുക്കുന്നത് കോൺഗ്രസിന്. അത് നെഹ്റു കുടുംബത്തിനോടുള്ളൊരു സ്നേഹവും ബഹുമാനവുമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യം മുഴുക്കെ നടന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമ്പോൾ ഇവിടെയുള്ള കുറെ ഊളകൾ തന്നെ പറയാം. ഈ വി ഡി സതീശനൊക്കെ എന്താ ചെയ്യുന്നേ? ഈ പാർട്ടിയെ നശിപ്പിക്കണം അവര്. അത്രേ എനിക്ക് പറയാനുള്ളൂ. വലിയ വിഷമമുണ്ട്. വലിയ വിഷമമുണ്ട്. പി വി കുര്യാക്കോസ്, ഒറ്റപ്പാലം. സാർ, ഇത് കാണുമ്പോൾ ഒരുപാട് ദുഃഖം തോന്നുന്നു. ഒരുപാട് ദുഃഖം പറഞ്ഞാൽ ഒത്തിരി ദുഃഖമാണ്. കാരണം അറിയോ, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാനൊരു ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 45 വർഷമായിട്ടുണ്ടാവും. എനിക്ക് 59 വയസ്സായി. ഞാൻ ഓരോ പരിപാടിക്കും ഈ പാർട്ടിക്ക് വേണ്ടി പോയിട്ടുണ്ട്. പക്ഷെ ഇവരിപ്പൊ ഈ കാണിച്ചു കൂട്ടിയ ഈ പരിപാടി, ഈ സതീശന്റെ ഈ കുറെ തൈക്കളവന്മാർ കാട്ടിക്കൂട്ടിയപ്പോ അവരുടെ അധികാരം അവർക്കവിടെ തൂങ്ങിയിരിക്കണം. രാജ്യത്ത് ചെറുപ്പക്കാർ വന്നാൽ അവർക്ക് ഇതിനെ നേരായ വഴി കൊണ്ടുവരാൻ കഴിയും. അതിനെ മുടക്കി ഇവർക്ക് വീണ്ടും കടിച്ചു തൂങ്ങാനുള്ള ഒരു പരിപാടി അവർ ഈ കാട്ടിക്കൂട്ടുന്നത്. ഇതിനോട് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. നാളെ നമുക്ക് ഇന്ന് പുറത്തിറങ്ങി കോൺഗ്രസ്സുകാരെന്ന് പറയാൻ നാണക്കേട് തോന്നുകയാണ്. എന്തിന്റെ പേരില് ഈ ചാനൽ മുഴുവൻ ഇങ്ങനെ ഇത്തരം വാക്കുകൾ കേൾക്കുന്നത്. അപ്പൊ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾ ന്യൂസ് കാണാറില്ലേ എന്ന് ചോദിക്കൂലേ? ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം നമ്മൾ പറയുന്നത്? നമ്മുടെ പാർട്ടിയിലെ ആള് തന്നെ നമ്മുടെ യുവ നേതാക്കളെ വളർന്നു വരുന്ന തലമുറയെ കൊല്ലുകയാണ് ഇവര്. അതെന്തായാലും അംഗീകരിക്കാൻ പറ്റില്ല. അതിനൊരു പ്രതിവിധി നിങ്ങളുടെ ചാനലിൽ ഉണ്ടാവണം. ഞങ്ങൾ പാലക്കാട് ഇനി അടുത്ത പ്രാവശ്യം രാഹുൽ മത്സരിക്കാനെങ്കിൽ ഇവിടുന്ന് ഇഷ്ടംമാതിരി ആളുകൾ പുള്ളിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഒരു സംശയം വേണ്ട, വിജയിപ്പിക്കും. എൻ്റെ പേര് സഗീർ, കൊടുങ്ങല്ലൂരാണ് സ്ഥലം. ഈ രാഹുല്, ഷാഫി പറമ്പില്, ഉമ്മൻചാണ്ടിയുടെ മകൻ പോലത്തെ ഇടത്തരക്കാർ അല്ലെങ്കിൽ ഇടത്തരം ചെറുപ്പക്കാർ, അത്യാവശ്യം വളർന്നു വരുന്ന നല്ല നേതാക്കൾ, അവര് വരണമല്ല. അവരെ ഇത്തരത്തിൽ കൂടെ നിന്ന് കുത്തുന്ന ആളുകളെ നമ്മ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു രീതിയിൽ കോൺഗ്രസിനെ കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ രമേശ് ചെന്നിത്തല കരുണാകരന്റെ കൂടെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതിന്റെ ചെറിയ വശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിനെയും കൂടി കുത്തിയ ആളാണ് ഈ രമേശ് ചെന്നിത്തല. അതുപോലെ തന്നെ AK ആന്റണി കോൺഗ്രസിൽ നിന്ന് പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ 79 കൂടെ നിന്നിട്ട് അതിൽ നിന്ന് പുറത്തിയാടി വന്നതിന് ശേഷം വീണ്ടും ആന്റണിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും അതേപോലെ അദ്ദേഹം ചെയ്യാവുന്ന പരമാവധി ഈ ആന്റണി എന്ന ആൾക്ക് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും അദ്ദേഹവും കരുണാകരനെ കുത്തി. ഈ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം കഴിഞ്ഞ ഈ ഒടുവിലത്തെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഇവരൊക്കെ തന്നെയാണ് കുത്തിയത്. അതുകൊണ്ട് ഞാൻ ഇതിന് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടം, ഷാഫി, ഉമ്മൻചാണ്ടിയുടെ മകൻ പോലത്തെ ആളുകൾ വളർന്നു വരട്ടെ. നല്ല രീതിയിൽ അവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ്, ഏതായാലും ഗ്രൂപ്പുകാരാണ് അവര് കോൺഗ്രസ്സുകാർ. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വാപ്പ മിലിറ്ററിയിലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പോയതാണ്. ആ കാലഘട്ടത്തിൽ കറാച്ചിയിൽ നിന്ന് കിട്ടിയ ഒരു ന്യൂസ് അനുസരിച്ച് ഇന്ത്യ വിഭജിക്കും എന്ന് കണ്ടപ്പോൾ എഴുതി കൊടുത്തു പോകുന്ന ആളാണ് എൻ്റെ വാപ്പ. അക്കാരണത്താൽ പിന്നീട് പെൻഷൻ വരെയും കുറെ കാലം കിട്ടാതിരുന്നത്. പിന്നീടാണ് അത് എഴുതി കിട്ടിയതൊക്കെ. ഏതായാലും ഒരു കോൺഗ്രസ് കുടുംബമാണ്. ഒരു 10-48 വോട്ട് കോൺഗ്രസിന് കൊടുക്കുന്ന ഒരു കുടുംബമാണ് എൻ്റെത്. ഇവരെ പോലത്തെ ആളുകൾ ഈ അവസാന ഘട്ടത്തിൽ, അതായത് നന്നാവാൻ പോകുന്ന അവസാന ഘട്ടത്തിൽ ഇവരിത് ചെയ്തത് കടും കൈയായിപ്പോയി. ഈ രാഹുൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ള ചെറുപ്പക്കാർ ആരായാലും തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിന് നിയമവും നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും കൂടാതെ നേരത്തെ ഒരു അമ്മ പറഞ്ഞതുപോലെ അവർക്കുണ്ടല്ല പെറ്റമ്മ, അല്ലെങ്കിൽ കൂടെ പിറന്നൊരു സഹോദരി, അതുപോലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഒന്നും കാണാതെയാണോ ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും ചെയ്തത്? അത് മോശമായി പോയി. AK ആന്റണി ഒരു കാലഘട്ടത്തിൽ കരുണാകരനെ ശരിക്ക് പറഞ്ഞ ഗുരുവായൂർ വേപ്പല തുലാഭാരം നടത്തിച്ച ആളാണ്. അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മക്കളെയും വേർതിരിച്ചത്. കരുണാകരന്റെ കൂടെ നിൽക്കേണ്ട മക്കളെ വേർതിരിച്ചതും
ആ മനുഷ്യൻ തരുന്നത്. അപ്പൊ ഈ ആളിൽ കൂടിയ ആളുകളെ വിശ്വസിക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.